പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള കണ്ണൂർ സ്പെഷ്യൽ കോക്ടെയിലിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഞാൻ ഈ കോക്ടെയിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 2 ക്യാരറ്റ് കട്ട് ചെയ്തിട്ട് നന്നായി വേവിച്ചെടുത്തിട്ടുണ്ട്. ഇത് 1 കപ്പ് ക്യാരറ്റ് ഉണ്ട്. നല്ല പഴുത്ത പപ്പായയും അത്ര തന്നെ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നന്നായിട്ട് പഴുത്ത പപ്പായ തന്നെ എടുക്കണം. പിന്നെ 1/2 ലിറ്റർ പാൽ കട്ടയാക്കിയതും പഞ്ചസാരയും വാനില ഐസ്ക്രീമും കുറച്ച് കാഷ്യൂവും ബ്ലാക്ക് റൈസിൻസും കുറച്ച് പൊമഗ്രാനേറ്റും എടുത്ത് വെച്ചിട്ടുണ്ട്. കാഷ്യൂ ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തിട്ടാണ് എടുത്തത്. എണ്ണയൊന്നും ചേർക്കാതെ വെറുതെ ഒന്ന് റോസ്റ്റ് ചെയ്തിട്ടാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. ഇത് റോസ്റ്റ് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് കട്ട് ചെയ്ത് വെച്ച പപ്പായയും വേവിച്ച് വെച്ച ക്യാരറ്റും മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്തത്. നമുക്ക് എത്ര മധുരം വേണോ അതിനനുസരിച്ചിട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി കട്ടയാക്കി വെച്ച പാലും 2 സ്കൂപ്പ് വാനില ഐസ്ക്രീമും കൂടി ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇതിലേക്ക് നമ്മൾ കട്ടയാക്കി വെച്ച പാല് തന്നെ ചേർക്കണം. അപ്പോഴാണ് ഷേക്ക് നല്ല കട്ടിയിൽ കിട്ടുകയുള്ളൂ. എല്ലാം കൂടി നല്ല പേസ്റ്റ് പോലെ ഒന്ന് അടിച്ചെടുക്കാം. ഞാനിത് നന്നായിട്ട് അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിനി ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പോൾ നല്ല ക്രീമി ആയിട്ടാണ് ഉള്ളത്. ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ച കാഷ്യൂവും ബ്ലാക്ക് റൈസിൻസും പൊമഗ്രാനേറ്റും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതെല്ലാം നമ്മൾ കുടിക്കുന്ന സമയത്ത് ചേർത്ത് കൊടുത്താലും മതി. കുറച്ച് കോൺഫ്ലേക്സ് ഉണ്ടെങ്കിൽ അതും ഇതിൽ ചേർത്ത് കൊടുക്കാം. ഇതൊക്കെ കുറച്ച് കൂടുതൽ ചേർത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. നമ്മൾ ഈ ഷേക്ക് കഴിക്കുമ്പോൾ നന്നായിട്ട് കടിക്കാൻ കിട്ടുന്ന വിധത്തിൽ വേണം ഇതെല്ലാം ചേർത്ത് കൊടുക്കാൻ. ഇതെല്ലാം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കിത് സെർവ് ചെയ്യാം. മുകളിൽ കുറച്ച് ഐസ്ക്രീമും കാഷ്യൂവും റൈസിൻസും പൊമഗ്രാനേറ്റും ഇട്ടിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അടിപൊളി ടേസ്റ്റാണ് ഈ കോക്ടെയിലിന്. നിങ്ങൾ ഇതുവരെ ഇതുപോലെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അടുത്തു തന്നെ നല്ല റെസിപ്പിയുമായി വീണ്ടും വരാം. താങ്ക് യു.